Vacation with family are like a musical symphony. There are a harmony of laughter, love, and memories. ചിരിയുടെയും സന്തോഷത്തിൻ്റെയും നല്ല ഓർമ്മകൾ പ്രദാനം ചെയ്യുന്ന ഒന്നാണ് യാത്ര. യാത്രകൾ ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത മനുഷ്യർ വളരെ കുറവാണ്. യാത്ര ചെയ്യുമ്പോൾ നമ്മൾ പരസ്പരമുള്ള ബന്ധത്തിൻ്റെ ആഴം വർദ്ധിക്കും എന്നാണ് എൻ്റെ തോന്നൽ. അല്ല, അതാണ് എൻ്റെ എക്സ്പീരിയൻസ്. നമ്മൾ പരസ്പരം യാത്രകളിൽ പങ്കുവെക്കുമ്പോൾ പരസ്പരം ഒന്നിച്ചുള്ള ഒരു സമയം വേറെ ഒന്നിലേക്കും നമ്മുടെ ശ്രദ്ധ മാറ്റാതെ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിച്ചേരുന്നത് വരെ പരസ്പരം നമുക്ക് തോന്നുന്ന സന്തോഷങ്ങളും നമ്മുടെ ഉള്ളിൽ കൂടെ പോകുന്ന ചിന്തകളും ഒക്കെ പങ്കുവെച്ച് നമ്മൾ നടത്തുന്ന ഓരോ കൊച്ചു കൊച്ചു യാത്രകളും നമ്മുടെ ബന്ധങ്ങൾ വളർത്തുകയാണ് ചെയ്യുന്നത്. എന്താണ് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്? ട്രാവൽ അങ്ങനെ നമ്മുടെ യാത്ര മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ മുന്നോട്ട് നീങ്ങുന്ന യാത്രക്കിടയിൽ എനിക്കും ഒന്ന് ഓടിച്ചേക്കാം എന്നുള്ള പൂതിയൊക്കെ തോന്നി. അങ്ങനെ നമ്മൾ ഓടിക്കാൻ കയറി ഇരുന്നത് എല്ലാവരും ഒന്ന് അലേർട്ടായി. കാരണം വളരെ ശ്രദ്ധയോടെ ഇരിക്കേണ്ടേ. കുറച്ച് നാളുകൾക്ക് ശേഷമാണ് വണ്ടിയും കാര്യങ്ങളും ഒക്കെ തൊടുന്നത്. അങ്ങനെ കുറച്ച് നേരം ഓടിച്ച ശേഷം വീണ്ടും നമ്മൾ വണ്ടി ഓടിക്കുന്ന എക്സ്പേർട്ടുകളിലേക്ക് തന്നെ കൊടുത്തു. അങ്ങനെ പോകുന്ന വഴിയിൽ വിശപ്പിൻ്റെ വിളി വീണ്ടും എത്തി. അങ്ങനെ അടുത്ത ഒരു ഹോട്ടൽ കണ്ടപ്പോൾ തന്നെ നിർത്തി. അങ്ങനെ അവിടെ കുറച്ച് ഫോട്ടോയ്ക്കൊക്കെ പോസ്റ്റ് കൊടുത്ത് നിമ്മിയും മാത്തപ്പനും റെഡിയായിരുന്നു. അവരുടെ ഫോട്ടോസൊക്കെ എടുത്ത് നമ്മുടെ യാത്ര മുന്നോട്ട് നീങ്ങുന്നതിന് മുമ്പ് ഇനി ഫുഡ് കഴിക്കുക. അങ്ങനെ ഇവിടെ കയറി നല്ലൊരു ഊണ് കഴിച്ചു. അങ്ങനെ ഊണ് കഴിച്ച ശേഷം നമ്മുടെ യാത്ര വീണ്ടും മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വീണ്ടും പോകുന്നതിൻ്റെ ഇടയിൽ ഒരു കാപ്പിയും കൂടി കുടിച്ചേക്കാം എന്നായി. സമയം 5:30 കേട്ടോ. അങ്ങനെ ഒരു കാപ്പി കുടിക്കാൻ നിർത്തിയ കടയാണ്. അവിടെ കുറേ മിനിയേച്ചർ സാധനങ്ങളും കാണാൻ വളരെ കൗതുകം തോന്നി. അങ്ങനെ സന്ധ്യയായി നമ്മുടെ യാത്ര ചെന്നൈയിലേക്ക് കടന്നിരിക്കുകയാണ്. ചെന്നൈയിലേക്ക് നീങ്ങിയപ്പോഴേക്ക് എന്ത് വണ്ടികളാണോ, തൊട്ട് വണ്ടികൾ നല്ല സ്പീഡിൽ. ഈ ചെന്നൈ നഗരത്തിലേക്കുള്ള യാത്രയ്ക്ക് പിന്നിൽ ഒരു കാരണമുണ്ട്. ഞങ്ങളുടെ അനീതി കൊച്ചിനെ കാണാനാണ്. അവൾ വർക്ക് ചെയ്യാൻ കയറിയിരിക്കുന്നത് ചെന്നൈയിലാണ്. അപ്പം അവളെ കാണാനായിട്ടും അവളുടെ കൂടെ ഒരു ദിവസം ചെന്നൈയിൽ സ്പെൻഡ് ചെയ്യാനുമാണ് ഞങ്ങളെല്ലാവരും കൂടെ ഈ യാത്ര പ്ലാൻ ചെയ്തത്. അങ്ങനെ നേരത്തെ പ്ലാൻ ചെയ്ത ഈ യാത്ര ഏകദേശം അവസാനിക്കാറായി. അങ്ങനെ പൊന്നുമോളെയും കൂട്ടിക്കൊണ്ട് ഞങ്ങളുടെ ഡെസ്റ്റിനേഷനായ സിൽവർ ഹില്ലിലേക്ക് എത്തി. ഈ സിൽവർ ഹില്ലിൽ ഞങ്ങൾ റൂം ബുക്ക് ചെയ്തത് എയർബിഎൻ വഴിയാണ്. എയർബിഎൻ എന്ന് പറയുന്ന ഒരു ആപ്പ് യൂസ് ചെയ്ത് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കാം. ചിലപ്പം ഈ ആപ്പിനെക്കുറിച്ച് പുതിയതായിട്ട് അറിയുന്നവരായിരിക്കാം. എവിടെയെങ്കിലും നമ്മൾ ലോങ് ഡെസ്റ്റിനേഷൻ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ഡെസ്റ്റിനേഷൻ ഒരു റൂം സ്റ്റേ ഒക്കെ പ്ലാൻ ചെയ്യുമ്പോൾ എയർബിഎൻ വഴി നമ്മൾ ആ യാത്ര പ്ലാൻ ചെയ്യുവാണെങ്കിൽ അലച്ചിലില്ലാതെ റൂം ബുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് അഫോർഡബിളായ റേറ്റിൽ നമുക്ക് സൂട്ടായ റൂമുകളെ നമുക്ക് റിവ്യൂ വായിച്ച് ബുക്ക് ചെയ്യാൻ കഴിയും. അങ്ങനെ ഞങ്ങൾ ബുക്ക് ചെയ്ത റൂമിൽ വന്ന് ഞങ്ങളൊന്ന് സെറ്റിൽ ഡൗൺ ആയ ശേഷം ഇനി പുറത്തേക്ക് ഇറങ്ങുകയാണ്. ചെന്നൈ എന്ന നഗരം കാണാൻ വേണ്ടി. അതിൻ്റെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ ഇനി എവിടെയെങ്കിലും ഒന്ന് ഫുഡ് കഴിക്കുക. അതിനുശേഷം വന്ന് കിടന്ന് നല്ല ഒരു ഉറക്കം. കുറച്ച് വിശേഷങ്ങളും കൊച്ചു കാര്യങ്ങളും കൊച്ചു വർത്തമാനങ്ങളും ഒക്കെ പറഞ്ഞ് എല്ലാവരും ഒന്ന് സിങ്ക് ആയ ശേഷം ഞങ്ങൾ ഉറക്കത്തിലേക്ക് മയങ്ങി. ഇനി നാളെ ചെന്നൈയിലൂടെ ഒന്ന് കറങ്ങണം.